എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പയർ കൃഷിയെക്കുറിച്ചുള്ള വീഡിയോയാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പച്ചക്കറിയാണ് പയർ. എല്ലാവരും സ്വന്തമായിട്ട് തന്നെ 2-3 പയർ നട്ടാൽ അവരുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള പയർ കിട്ടും. പയർ കൃഷിയിൽ എല്ലാവരും നേരിടുന്ന പ്രധാന പ്രശ്നം മുഞ്ഞയും കീടങ്ങളും. അത് മുഞ്ഞ ബാധിക്കാതിരിക്കുന്നതിന് വേണ്ടി പയർ നടുമ്പോൾ തന്നെ തുടക്കത്തിലെ പുളിയെറുമ്പ് എന്ന് പറയുന്ന ഒരു പച്ച ഉറുമ്പുണ്ട്. ആ ഉറുമ്പിനെ പയർ നടുന്ന സമയത്ത് തന്നെ പയർ ഇതിനകത്ത് കയറ്റി വിടുകയാണെങ്കിൽ യാതൊരുവിധ കീടബാധിതകളും ഏൽക്കുകയില്ല. എല്ലാ പയറും നല്ല രീതിയിൽ കിട്ടും. അത് ഞാൻ ചെയ്ത് പരീക്ഷിച്ചതാണ്. അതുപോലെ തന്നെ നമ്മൾ തുടക്കത്തിൽ കീടബാധ ഏൽക്കും മുമ്പ് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരാഴ്ചയിൽ ഒരു ദിവസം വേപ്പെണ്ണ മിശ്രിതം ഇലകളുടെ അടിയിലും തണ്ടിലൊക്കെ തളിച്ചു കൊടുക്കുന്നതും മറ്റ് കീടബാധകളും മുഞ്ഞകളും ഒന്നും ഏൽക്കാതിരിക്കാൻ നല്ലതാണ്. പ്രധാനമായും വെയിൽ വേണം പയർ കൃഷിക്ക്. ഇത് പാണ്ടൻ പയർ എന്നറിയപ്പെടുന്ന ഒരു വിദേശ ഇനം പയറാണ്. ഇത് നല്ല ടേസ്റ്റാണ്. ഇത് നമ്മുടെ നാട്ടിൽ അധികമില്ല. ഇത് വൈജയന്തി എന്ന് പറയുന്ന ബ്രൗൺ കളറിലുള്ള പയറാണ്. ഇത് നല്ല നീളമുള്ള പയറാണ്. ഇതൊക്കെ ധാരാളം പയർ പിടിക്കും. ഒരു മൂട് പയർ വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ കിട്ടും. ഈ വിദേശ ഇനത്തിൽപ്പെട്ട പയർ എനിക്കൊരു കൃഷി ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയതാണ്. ഇത് ധാരാളം പയറും പിടിക്കും. കാണാൻ തന്നെ നല്ല ഭംഗിയുള്ളൊരു പയറാണ്. അത് തോരൻ വെച്ചാലും നല്ല ടേസ്റ്റാണ്. സാധാരണ പച്ച പയറിനെക്കാട്ടി നല്ല ടേസ്റ്റുള്ള ഒരു ഇനം പയറാണ് ഈ വിദേശ ഇനത്തിൽപ്പെട്ട പാണ്ടൻ പയർ. പയർ കൃഷി വീട്ടിൽ സ്വന്തമായി തന്നെ എല്ലാവരും 2-3 പയർ വെക്കുകയാണെങ്കിൽ നമുക്ക് വിഷമില്ലാത്ത പയർ സ്വന്തമായി തന്നെ നമുക്ക് കൃഷി ചെയ്ത് എടുക്കാവുന്നതാണ്. പയർ നടുന്ന സമയത്ത് വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും കൂടെ ആ മണ്ണിൽ മിക്സ് ചെയ്ത് നടുകയാണെങ്കിൽ പെട്ടെന്നുള്ള കീടബാധകളൊന്നും ചെടികൾക്ക് ഏൽക്കില്ല. അതുപോലെ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വേസ്റ്റ്, ഉള്ളി വേസ്റ്റ്, മുട്ടത്തോട്, പഴത്തൊലി, മറ്റേ ഫ്രൂട്ട്സ് വെജിറ്റബിൾസിൻ്റെയൊക്കെ വേസ്റ്റുകൾ, ഇതൊക്കെ നമുക്ക് ഈ പയർ കൃഷിക്ക് ചെയ്യാവുന്നതാണ്. ഇതുപോലെ സ്വന്തമായി എല്ലാവരും പയർ കൃഷി ചെയ്യുക, സ്വയം പര്യാപ്തത നേടുക. എൻ്റെ കൃഷി സംബന്ധമായ വീഡിയോകൾ ഇനിയും കാണുന്നതിന് വേണ്ടി എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.